എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുഞ്ഞ് വീട്ടുവിശേഷമായിട്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫിഷിങ്ങിന് പോയപ്പോൾ നല്ല അടിപൊളി ഒരു വരാൽ കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ക്യാമറയോ കാര്യങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു കേട്ടോ. വെറുതെ മൊബൈൽ പോലും എടുക്കാതെ അന്നത്തെ ദിവസം പോയ. പക്ഷേ എനിക്ക് അപ്പോൾ ആ മീൻ ടാഗിൽ കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അതിൻ്റെ സൈസൊന്നും നിങ്ങളെ കാണിക്കാതെ. വീടിന് പുറകിൽ ഒരു ബോക്സിൽ ഞാൻ അടച്ചിട്ടേക്കാണ്. ഇവർ ഇച്ചിരി ചാട്ടക്കാരനാണ്. ദൈവനെന്തീ കാണിക്കുന്നത്? കിടന്ന് വലയൊന്ന് പൊക്കിയിട്ടെ, ജസ്റ്റ് വലയൊന്ന് പൊക്കിയിട്ട് ഞാൻ കാണിക്കാം. ചാട്ടം ഇച്ചിരി കൂടുതലാണ് ആൾക്ക്, അതുകൊണ്ട് വലയൊക്കെ ഇട്ട് വെച്ചേക്കുക. സൈസ് ഉണ്ടോ? നമ്മുടെ ഒരു മീൻപെട്ടിയില്ലേ, മീൻപെട്ടിയുടെ ഈ എൻഡ് തൊട്ട് ഇവിടം വരെ കിടക്കും, കറക്റ്റ് നേരെ കിടക്കുവാണ്. എന്നിട്ട് പോലും അവന് കിടക്കാൻ പറ്റുന്നില്ല, ഈ വളഞ്ഞ കിടക്കുന്നത് കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് ക്യാമറ കാണുമ്പോൾ ഒരു സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവത്തില്ല, പക്ഷെ നേരി കാണുമ്പോഴേ അതിൻ്റെ സൈസ് മനസ്സിലാകത്തുള്ളൂ. ഇതുണ്ട്, ഈ മീൻ ഇങ്ങനെ കടന്നിട്ട് പോലും ഈ ബോക്സിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാമല്ലോ, കണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കടന്നിട്ട് പോലും അതിൻ്റെ വാല് വളഞ്ഞായിരിക്കുന്നുണ്ടോ, ഇങ്ങനെ നേരെ മുട്ടുന്നില്ല. ഇത് തലേന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല സൈസാണ്. ഇത്രയും നമ്മുടെ കൈയുടെയൊക്കെ എന്നിട്ട് ഇത്രയും സൈസുണ്ട് തല. ഇതിൻ്റെ കളറ് മാറിയത് കേട്ടോ. പിടിച്ചപ്പോൾ നല്ല കറാന്നിട്ടുന്നൊരു മീനാട്ടോ. അതിൻ്റെ അടിവശം നല്ല മഞ്ഞ കളറാണ്, നാടനാട്ടോ, നാടൻ വരാലാണ്. ഇത് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയൊരു ചെറുതാണ്, അതിനെയും കൂട്ടത്തിൽ ഇട്ടേക്കുക. ഇതാണ്ട് ഇതിനെ നമ്മളിന്ന് വെട്ടി പീസാക്കി കറി വെക്കാൻ പോവാം. നല്ല മുളക് അരച്ച് കുടംപുളിയൊക്കെ ഇട്ട് മമ്മിയെ കൊണ്ട് കറി കിട്ടിക്കാൻ പോവാം. കൂട്ടത്തി കപ്പപ്പുഴുക്കും. കപ്പ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വല ഇവിടെ കിടക്കട്ടെ, കാരണം എങ്ങനെ ചാടി അതിൻ്റെ വഴിക്ക് പോകും. ചാടിക്കഴിഞ്ഞാൽ എവിടോട്ടാണ് പോകുന്നതെന്ന് അറിയാം. ഇതേ കാര്യം നമ്മുടെ മീനൊക്കെ വെട്ടി പീസാക്കി വെച്ചിട്ടുണ്ട്. പപ്പായാണ് വെട്ടുന്നത് കേട്ടോ. വേറെ ആർക്കും ഈ മീൻ വെട്ടാൻ അറിയത്തില്ല. നല്ല അടിപൊളി അത്യാവശ്യം നല്ല സൈസുള്ള തൊണ്ടം കഷ്ണമാണ്. എന്താ വരാൻ എങ്ങനെ അറിയാക്കാണ്? മുളക് അരച്ചതോ? മമ്മിയാണ് എൻ്റെ പ്രിപ്പറേഷൻ കേട്ടോ. മമ്മി കപ്പയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കട്ട് ചെയ്തു. അവസാനം കപ്പയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വരാലും കുടംപുളിയൊക്കെ ഇട്ട് കുരുമുളകൊക്കെ അരച്ച് ചേർത്ത് നല്ല അന്യായ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഈ വരാലിൻ്റെ മാംസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ല പുട്ട് പോലെ പൊടിഞ്ഞു വരും. പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗൈസ് മുമ്പോട്ട് പോകാൻ പറ്റൂ. വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്.